ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും കനകയും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് നമ്മുടെ കനകയാണെങ്കിലും പറയുന്നുണ്ട് എവിടെ മോളുടെ സർജറി കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് അച്ഛനടുത്തുള്ള ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറയാതിരുന്നത്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. കനകയൊക്കെ ആണെങ്കിൽ ആകെ വിഷമമൊക്കെ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയൊക്കെ ചെയ്തിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് എൻ്റെ മോള് ചെയ്യുന്നത്, പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും മോൻ്റെ അമ്മയ്ക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. മോൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളിതപ്പോൾ കണ്ടിട്ട് വന്നപ്പോഴും കൂടി ഞങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത്. നയനമോളാണ് പാലിൽ വിഷം കലർത്തി കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ മോള് ബ്ലഡ് കൊടുത്തു, ഇപ്പോൾ ദാ കരളിൻ്റെ ഒരു ഭാഗം കൊടുക്കുകയാണ്. എന്നിട്ട് ഇത്രയൊക്കെ സ്നേഹം കൊടുത്തിട്ടും അമ്മയ്ക്ക് ഒരിത്തിരി പോലും സ്നേഹം എൻ്റെ മോൾക്ക് കൊടുക്കാൻ അവിടെ പറ്റുന്നില്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. കനക ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് ആ വീട്ടിലിപ്പോൾ പാല് കലക്കി വെച്ചത് ശരിക്കും നയന നവ്യയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ്, അതിലാണ് ഇങ്ങനെ ആരോ വിഷം കലർത്തിയത്. അത് ശരിക്കും നവ്യാണ് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നവ്യയുടെ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ഥാനത്ത് ഇപ്പോൾ നവ്യ ആയിരുന്നില്ലേ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അവിടെ ഞാൻ എൻ്റെ മക്കളെ എന്ത് ധൈര്യത്തിലാണ് ആ വീട്ടിൽ ഞാൻ വിടുക, എന്തോ ആ വീട്ടിൽ നടക്കുന്നുണ്ട്, ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ നയനമോളുടെ സർജറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുപോയിക്കോളാം, അച്ഛനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നാട്ടുകാർ ചിലപ്പോൾ പറയായിരിക്കും കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരൊക്കെ വീട്ടിലിരിക്കണം മക്കൾ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും, പക്ഷേ എൻ്റെ മക്കളെ എനിക്ക് ജീവനോടെ കാണാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ പറയും സർജറി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോവാം, അവിടെ മോൻ്റെ വീട്ടിലെ ആർക്കും എൻ്റെ മോളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, അമ്മയ്ക്ക് ഒരു തുള്ളി സ്നേഹം പോലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, അങ്ങനെ എല്ലാം അവിടെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മോളെ അങ്ങോട്ട് വിടുള്ളൂ, ആ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിടുള്ളൂ. ഇനിയിപ്പോൾ നവ്യയുടെ കാര്യമാണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് 7ാം മാസം ആവാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. എനിക്ക് എൻ്റെ മക്കളെ അവിടെ നിർത്തണതിൽ ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആകെ കരയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ അമ്മയുടെ ആ കരച്ചിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്, ഞാൻ ഈ മല കയറുന്നത് പോലും ഇവരുടെ സ്നേഹം മുത്തശ്ശനും അതുപോലെ തന്നെ അമ്മയ്ക്ക് ശരിയാവാൻ, അത് മാത്രമല്ല ഇവരുടെ സ്നേഹം ഇനി ഒക്കെ ഒന്ന് ഓക്കെ ആവാനാണ് അമ്മയ്ക്ക് നയനയോട് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മല കയറുന്നത്, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശം നല്ല സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട് മോനെ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാ, എല്ലാം ശരിയാവും, മോനെന്തായാലും വിഷമിക്കേണ്ട, ഈ സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ, അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ആദർശിൻ്റെ അടുത്ത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ അനിയെ വിളിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് പറയുമോ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അനിക്കാണെങ്കിൽ നന്ദുവിൻ്റെ കോൾ കാണുമ്പോൾ അതിയായ സന്തോഷമാവാണ് ചെയ്യുന്നത്, വേഗം ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നന്ദു ആണെങ്കിലും പറയും എൻ്റെ ചേച്ചി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, എനിക്ക് എന്നാലും ഒരു സമാധാനക്കുറവ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല നയനയാണ് കരളിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നന്ദു പറയുമ്പോഴായിരിക്കും നമ്മുടെ അനി അറിയുക ഈ കാര്യം. അപ്പോൾ അനി ഇത് കേൾക്കുമ്പോൾ ആകെ അന്തവിടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നയന ഇങ്ങനെ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഓൾറെഡി വീക്കായിരുന്നല്ലോ, എന്നിട്ടും ചേച്ചി കൊടുക്കാൻ തയ്യാറായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരാം, നീയും വാ എന്ന് പറഞ്ഞ് അനിയും അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അനി ചെല്ലുമ്പോൾ അവിടെ ആദർശം അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അനീനെ കാണുമ്പോൾ നമ്മുടെ ആദർശം വന്ന് വേഗം പറയുന്നുണ്ട് ഇത് വീട്ടിൽ മുത്തശ്ശീൻ്റെ അടുത്തൊന്നും പറയരുത് നീ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എനിക്ക് മനസ്സിലായിന്ന് നമ്മുടെ ആദർശിന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് നയനയാണ് കരളിൻ്റെ ഒരു ഭാഗം കൊടുത്തത് എന്നുള്ള കാര്യം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദും ഓടി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് അനി ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വന്നത് തന്നെ എൻ്റെ ചേച്ചി എന്തായാലും ഇവിടെ ഓപ്പറേഷൻ കയറിയിരിക്കുകയല്ലേ, എനിക്കൊരു സമാധാനമില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്, അനി ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇനി ചേച്ചിയെ കാണാതെ ഇവിടുന്ന് പോകാനും തോന്നില്ല, ഞാനിവിടെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് മോൾ എങ്ങോട്ടും പോകണ്ട, മോൾ ഇവിടെ നിന്നോ, മോൾ ഇവിടെ നിൽക്കണേന് ആരും ഒന്നും പറയില്ല, ചേച്ചിയെ കണ്ടിട്ട് തന്നെ പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡോക്ടർ വരിക കേട്ടോ. സീനിയർ ഡോക്ടർ വന്നിട്ട് പറയും, അപ്പോൾ ഇവരിങ്ങനെ പോവും. അപ്പോൾ ഡോക്ടർ പറയും സർജറിയൊക്കെ കഴിഞ്ഞു, മരുമകൾ ചെയ്യേണ്ട കർത്തവ്യം നിറവേറ്റി, ഇനി അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അവിടുന്ന് ഡോക്ടർ പോവുകയാണ് ചെയ്യുന്നത്. ശേഷം ആദർശ്
ദേവയാനിയെ കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ എനിക്ക് ആരാണ് കരളിൻ്റെ ഒരു ഭാഗം തരാനായിട്ട് തയ്യാറായത്, ആ കുട്ടി ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണോ, എത്ര പ്രായമുണ്ടോ, എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശാണെങ്കിൽ നയനയുടെ അത്ര പ്രായം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനി പറയും, ഇപ്പോൾ കൂടി നിനക്ക് അവളുടെ പേര് പറയാതെ പറ്റുന്നില്ലല്ലേ, എനിക്ക് ആ പേര് കേൾക്കുന്നത് പോലും വെറുപ്പാണ്, നീ പിന്നെന്തിനാണ് അവളുടെ പേര് പറയുന്നത്, നിനക്ക് പിന്നെ എല്ലാ ദിവസവും അവളുടെ പേര് പറയാതെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള സംസാരമായിരിക്കും കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പോൾ ആദർശാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, മറുപടിയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കണം, പൈസയും കാര്യങ്ങളോ എത്രയെന്ന് വെച്ചാൽ കൊടുത്തേക്കണം, ഇത്രയും നന്മയുള്ള കുട്ടി ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല, ആ നയനെ അടുത്ത് കണ്ട് പഠിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് നയനയെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നയനയാണ് തനിക്ക് കരളിൻ്റെ ഒരു ഭാഗം തന്നതെന്നും ബ്ലഡ് തന്നതെന്നും ഒന്നും തന്നെ നമ്മുടെ ദേവയാനി ആ സമയം അറിയുന്നില്ല. അപ്പോൾ ആദർശം എല്ലാത്തിനും മറുപടി കൊടുക്കുകയാണ്. പക്ഷേ നയനയാണ് തന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നേ ഇല്ല കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. ശേഷം നയനയാണ് കാണിക്കുന്നത് കേട്ടോ. നയനയെ പോയി കാണുകയാണ് നമ്മുടെ ആദർശം. അപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല, നയന ബോധത്തിലായിരിക്കില്ല കേട്ടോ, അബോധാവസ്ഥയിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ കനകയും നന്ദുവൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി ചേട്ടാ, ചേച്ചി കണ്ണ് തുറന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പോഴും മയക്കത്തിലാണ്, കണ്ണ് തുറന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദർശിൻ്റെ അടുത്താണെങ്കിൽ അപ്പോൾ കനക പറയുന്നുണ്ട്, മോൻ ഇന്നലെ വന്നതല്ലേ, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ മോനെ, ഇവിടെ ആണെങ്കിൽ അച്ഛനും ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്, ഇവർക്ക് ഇനി ഓക്കെ ആയിട്ട് ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും ആശ്വസിപ്പിക്കുകയാണ്, എല്ലാം ശരിയാവും മോനെ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.